Lesson 9, keeping clean. Okay. Who needs what? Choose words from the box and write. No, first exercise ഉണ്ട് അവിടെ. Towel, soap, nail cutter. Mary's hands are dirty. She needs a dash. Mary's hands are dirty. മേരിയുടെ കയ്യിലെല്ലാം അഴുക്കാണ്. അപ്പൊ മേരിക്ക് എന്താണ് വേണ്ടത്? ടവൽ ആണോ, സോപ്പ് ആണോ, നെയിൽ കട്ടർ ആണോ? ഹാൻഡ്സ് വൃത്തിയാക്കുന്നതിന് മേരി നീഡ്സ് എ സോപ്പ് അല്ലേ? അപ്പൊ അവിടെ സോപ്പ് എന്ന് എഴുതിക്കോ നിങ്ങള്. ഫസ്റ്റ് വൺ സോപ്പ്. സോപ്പ് സ്പെല്ലിംഗ് അവിടെ ഉണ്ട്, കണ്ടോ നിങ്ങള്? മേരി നീഡ്സ് സോപ്പ്. Second one നോക്കിയേ. Rahul just had a bath. He needs a dash. രാഹുല് കുളിച്ചതേ ഉള്ളൂ അല്ലേ? അപ്പൊ അവൻ എന്താ വേണ്ടത്? He needs a towel. Second one, towel. Next one. Raji's nails are long. She needs a dash. Raji's nails are long. She needs a dash. എന്താണ്? Nail cutter അല്ലേ? Nails are long, so she needs nail cutter. Okay. Okay. ഇനി ലെസൺ നോക്കിക്കേ. ഇനി നമ്മള് എല്ലാവരും ലെസൺ നോക്കിക്കേ. Dust and sweat make our body dirty. എന്താ പറയുന്നേ? Dust and sweat make our body dirty. To stay healthy, we must keep ourselves clean. To stay healthy, we must keep ourselves clean. എന്താണ് ഡസ്റ്റ് എന്ന് പറഞ്ഞ? ഡസ്റ്റ് പൊടിയൊക്കെയാണ് അല്ലേ? പൊടികള്, പൊടിയും പിന്നെ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പ് അല്ലേ? വിയർപ്പ്, വിയർപ്പും പൊടിയും ഒക്കെ നമ്മുടെ ശരീരത്തെ ഡേർട്ടി ആക്കുന്നു അല്ലേ? മലിനം ആക്കുന്നു. To stay healthy, we must keep ourselves clean. നല്ല ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ നല്ല വൃത്തിയും വെടിപ്പുള്ളവരായിരിക്കണം അല്ലേ? ഓക്കെ. Then clean and healthy. ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിരിക്കുന്നതിന് അല്ലെ? നല്ല നീറ്റ് ആൻഡ് നല്ല വൃത്തിയുള്ളവരും അതോടൊപ്പം നല്ല ആരോഗ്യമുള്ള കുട്ടികളുമായിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ക്ലീൻ ആൻഡ് ഹെൽത്തി. ടേക്ക് എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. ഓക്കെ. ടേക്ക് എ ബാത്ത് എവറി ഡേ. യൂസ് സോപ്പ് ആൻഡ് വാട്ടർ ടു വാഷ് അവേ ഡേർട്ടി. വെറുതെ കുളിച്ചാൽ പോരാ, സോപ്പ് തേച്ച് കുളിക്കണം. യൂസ് സോപ്പ് ആൻഡ് വാട്ടർ to wash away dirt. അഴുക്കും സ്വെറ്റും ഒക്കെ പോകുന്നതിന് വേണ്ടി നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വേണം കുളിക്കാനായിട്ട്. ഓക്കെ. സോ സെക്കൻഡ് വൺ എന്താ? യൂസ് എ ക്ലീൻ ടവൽ ടു വൈപ്പ് യുവർസെൽഫ്. നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കുളിച്ചു, നല്ല വൃത്തിക്ക് കുളിച്ചു കഴിഞ്ഞിട്ട് തോർത്തുന്നതിന് വേണ്ടി നമ്മൾ ടവൽ എടുത്തു. അത് അലക്കാതെ കിടക്കുന്ന അല്ലെ, മണ്ണും ചെളിയൊക്കെ പിടിച്ചേർക്കുന്ന ഒരു ടവൽ എടുത്തിട്ട് തോർത്തുന്നെങ്കിൽ കാര്യമുണ്ട്? നമ്മൾ കുളിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് യൂസ് എ ക്ലീൻ ടവൽ. നല്ല വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് വേണം നമ്മൾ തോർത്താനായിട്ട്. Then wear clean clothes. നമ്മൾ നല്ല അലക്കി വൃത്തിയാക്കിയ ഡ്രസ് വേണം ധരിക്കാനായിട്ട് അല്ലെ? കുളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കളിക്കാൻ പോകുമ്പോൾ ആ ഡ്രസ് ഇട്ട് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മുറ്റത്തൂടെ എല്ലാം കളിച്ചു ചെളിയിലും മണ്ണിലും ഒക്കെ കളിച്ചു കഴിഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വീണ്ടും ആ ഡ്രസ്സ് തന്നെ ഇടാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലും ഇടാൻ പാടില്ല. നമ്മൾ കുളിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. എങ്ങനെ കഴുകണം? സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. The dirt on your hands enters your body with the food. നമ്മൾ നല്ല വൃത്തിക്ക് സോപ്പിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നെങ്കിലോ നമ്മുടെ കയ്യിലുള്ള അഴുക്കുകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൊമക്കിൽ എത്തും. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ആ അഴുക്ക് മുഴുവനും നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിച്ചേരും. Trim your nails with a nail cutter.
നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ വരുമ്പോ ടീച്ചേഴ്സ് നിങ്ങളുടെ നെയിൽസ് നോക്കാറുണ്ടല്ലേ? എല്ലാ വീക്കിലും നെയിൽസ് ചെക്ക് ചെയ്യാറുണ്ട്, നിങ്ങൾ നെയിൽ കട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോ ടീച്ചേഴ്സ് നോക്കുന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങളുടെ നെയിൽ കട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നഖം വളർന്നാൽ എന്താ സംഭവിക്കുന്നത്? അതിലുള്ള ഒരുപാട് ചെളികള് കടന്നുകൂടും. ആ ചെളികളൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലും ചെല്ലും. അതുകൊണ്ട് നെയിൽ കട്ട് ചെയ്യണം. ഓക്കെ, then brush your teeth twice a day. ബ്രഷ് ചെയ്യണം. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. എപ്പോഴൊക്കെയാ? രാവിലെയും രാത്രി കിടക്കുന്നതിന് മുൻപും 2 പ്രാവശ്യം നമ്മൾ ബ്രഷ് ചെയ്യണം. ഓക്കെ, നിങ്ങളുള്ള ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം കഴിച്ചിട്ട് ബ്രഷ് ചെയ്യാതിരുന്നാലോ നിങ്ങളുടെ പല്ലിനെല്ലാം കേടുവരും അല്ലേ? അപ്പൊ അതുകൊണ്ട് ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും പഠിച്ചത്? ഫസ്റ്റ് വൺ, ടേക്ക് എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. യൂസ് സോപ്പ് ആൻഡ് വാട്ടർ ടു വാഷ് അവേ ഡേർട്ട്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുളിക്കുക. ഓക്കെ, ഒന്നാമത്തെ മിസ് ഇപ്പം വായിച്ചത്. ടേക്ക് എ ബാത്ത് എവറി ഡേ. യൂസ് സോപ്പ് ആൻഡ് വാട്ടർ ടു വാഷ് അവേ ഡേർട്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ. ഒന്നും കൂടി മിസ് വായിക്കേ നിങ്ങൾക്ക് വേണ്ടി. സെക്കൻഡ് പോയിന്റ് നോക്കിയേ. യൂസ് എ ക്ലീൻ ടവൽ ടു വൈപ്പ് യുവർ സെൽഫ്. എന്താ പറയുന്നേ? യൂസ് എ ക്ലീൻ ടവൽ ടു വൈപ്പ് യുവർ സെൽഫ്. ക്ലീൻ ടവൽ, വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് വേണം നമ്മൾ കുളിച്ചതിന് ശേഷം തോർത്താനായിട്ട്. ദെൻ വെയർ ക്ലീൻ ക്ലോത്ത്സ്. വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. പിന്നെയോ നാലാമത്തെ നോക്കിയേ. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. The dirt on your hands enters your body with the food. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്നാ പറയുന്നേ? നമ്മുടെ കയ്യിലുള്ള ആ ഡേർട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തും. എങ്ങനെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ. ഓക്കെ, ട്രിം യുവർ നെയിൽസ് വിത്ത് എ നെയിൽ കട്ടർ. നെയിൽ കട്ടർ ഉപയോഗിച്ച് നെയിൽ കട്ട് ചെയ്യുക. നെക്സ്റ്റ്, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. നമ്മള് ദിവസം 2 പ്രാവശ്യം ബ്രഷ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നതെന്നാ ഇപ്പൊ പഠിക്കുന്നത് കേട്ടോ. എന്താ നോക്കിയേ. വെൻ യു ഈറ്റ്, സ്മോൾ ബിറ്റ്സ് ഓഫ് ഫുഡ് ഗെറ്റ് സ്റ്റക്ക് ഇൻ യുവർ ടീത്ത്. ദേ ക്യാൻ സ്പോയിൽ യുവർ ടീത്ത്. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ചെറിയ പാർട്സ് ഒക്കെ, ഫുഡിന്റെ ചെറിയ ഐറ്റംസ് ഒക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ പല്ലിനിടയിൽ കൂടെ ഒക്കെ കയറിയിരിക്കും അല്ലേ? അപ്പോ നമ്മൾ അത് നന്നായിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ അത് അവിടെ നിന്ന് ലാസ്റ്റ് അത് എന്താണ്? പല്ലിന് കേടും ഒക്കെ ആയി മാറും. അപ്പോ നമ്മൾ 2 പ്രാവശ്യവും രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് പല്ല് തേക്കണം. They can spoil your teeth. നമ്മുടെ പല്ലിനെ അത് നശിപ്പിക്കും അല്ലേ? പല്ലിന് കേടുവരും. Rinse your mouth with water after eating. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ വാ കഴുകണം നമ്മൾ നന്നായിട്ട്. വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാ കഴുകുക ഭക്ഷണം കഴിച്ചതിന് ശേഷം. Clean your ears once a week. നമ്മുടെ ചെവി അല്ലേ? Clean your ears once a week. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ചെവി നമ്മൾ ക്ലീൻ ചെയ്യണം. ഇയർബഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ചെവി നമ്മൾ ക്ലീൻ ചെയ്യണം. Wash your hair regularly. എല്ലാ ദിവസവും എന്താണ്? പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഹെയർ, മുടിയൊക്കെ കഴുകാതൊന്നും വെക്കരുത്. നന്നായിട്ട് കഴുകുക. തലയൊക്കെ കഴുകി കുളിക്കുക എല്ലാവരും. Then wash your hair regularly. Okay. Use a clean comb. Comb എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തല ചെയ്യുന്ന ചീപ്പാണ്. ചീപ്പിനാണ് കോംബ് എന്ന് പറയുന്നത്. യൂസ് എ ക്ലീൻ കോംബ്. നല്ല വൃത്തിയുള്ള ചീപ്പ് ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മുടെ തല ചീവാനായിട്ട്. ഡു നോട്ട് പിക്ക് യുവർ നോസ്. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൂക്കിനകത്ത് കൈവിരലിട്ട് ഒന്നും ചെയ്യരുത്. ഡു നോട്ട് പിക്ക് യുവർ നോസ്. ഓക്കെ, then flush the toilet after use. ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം ഫ്ലഷ് ചെയ്യുക, വെള്ളം ഒഴിക്കുക. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. നമ്മുടെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം നമ്മുടെ കൈ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ? ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്താ നോക്കിയേ. ക്ലെൻലിനെസ് അറൗണ്ട് us.
നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ് നമുക്ക് വൃത്തിയുള്ളതായി സൂക്ഷിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്മൾ സ്വയം എങ്ങനെയാണ് വൃത്തിയുള്ളവരായി ഇരിക്കേണ്ടതെന്നും ഇനി നമ്മൾ ക്ലെൻലിനെസ് അറൗണ്ട് us നമ്മുടെ ചുറ്റുപാട് അല്ലെ അവിടെ എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്നുമാണ് പഠിക്കുന്നത്. നോക്കുക, അറ്റ് ഹോം നമ്മൾ വീട്ടില് ഓക്കെ ഹെൽപ്പ് യുവർ പാരന്റ്സ് ടു കീപ് ദ ഹൗസ് ക്ലീൻ. നമ്മുടെ വീടിനകം നല്ല വൃത്തിയായി കിടക്കുന്നതിന് നമ്മൾ നമ്മുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം അല്ലെ. നിങ്ങളുടെ ടോയ്സും ബുക്സും ഒക്കെ വലിച്ചു വാരിയിട്ടാല് വൃത്തിയുള്ളതായിരിക്കുമോ വീടിനകം? ഇല്ല. അപ്പൊ നിങ്ങളുടെ ടോയ്സും ബുക്സും ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നെ വെക്കണം. ജോവിനും ജോയിലും അവിടെ എന്താ കളിക്കുവാണോ രണ്ടുപേരും കൂടെ? എന്തോ അടി കൂടുന്നോ? ജോവിനും ജോയിലും എന്തോ അടി കൂടുന്ന അവിടെ ഇരുന്നുണ്ട്? ഓക്കെ, പെൻസിലിന് അടി കൂടും എന്തോ ചെയ്തു അല്ലേ? ഇനി നോക്കിയേ, നെക്സ്റ്റ് വൺ, ഡസ്റ്റ് ദ ഫർണിച്ചർ ഡെയിലി. നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ അല്ലെ, ചെയേഴ്സും ടേബിൾസും ഒക്കെ നമ്മൾ ഡസ്റ്റ് ചെയ്യണം. മീൻസ് അതിലുള്ള പൊടികളൊക്കെ നമ്മൾ തട്ടി കളയണം. ഓക്കെ, ദെൻ കീപ് യുവർ ബെഡ് കബേർഡ് ആൻഡ് ഷെൽഫ് ടൈഡി. നമ്മുടെ ബെഡ് അല്ലെ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡ് നമ്മൾ പ്രോപ്പറാക്കി വിരിച്ചിടണം. പിന്നെയോ കബേർഡ് ആൻഡ് ഷെൽഫ്, നമ്മുടെ കബേർഡും നമ്മുടെ ഷെൽഫും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നെ വയ്ക്കണം. പുട്ട് അവേ യുവർ ടോയ്സ് ആൻഡ് ബുക്സ് ആഫ്റ്റർ യൂസ്. ഓക്കെ, നമ്മുടെ ടോയ്സും ബുക്സും ഒക്കെ വയ്ക്കുന്നതിന് നമുക്കൊരു സ്ഥലം ഉണ്ടാവും അല്ലേ? അതൊക്കെ നമ്മൾ ആ പ്രോപ്പർ സ്ഥലത്ത് തന്നെ വയ്ക്കുക, ടോയ്സും ബുക്സും ഒക്കെ. ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. നമ്മുടെ വേസ്റ്റ് പേപ്പേഴ്സും ഇതാണ് നിങ്ങൾ പെൻസില് കട്ട് ചെയ്തിട്ടുണ്ടാവുന്ന വേസ്റ്റ്, അതൊക്കെ നമ്മൾ എവിടെ ഇടണം? എല്ലാം മുറിക്കകത്തോട് നിരത്തിയിടുവല്ല വേണ്ടത്, ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത പേജ് നോക്കിയേ. ഇൻ സ്കൂളിൽ നമ്മൾ എങ്ങനെയാണ് വൃത്തി ഉള്ളതാക്കി സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. കീപ് യുവർ ക്ലാസ് റൂം ക്ലീൻ. നിങ്ങളുടെ ക്ലാസ് റൂം നിങ്ങൾ ക്ലീൻ ഉള്ളതാക്കി സൂക്ഷിക്കണം. ത്രോ പെൻസിൽ ആൻഡ് ക്രയോൺ ഷേവിങ്സ് ഇൻ ദ ഡസ്റ്റ്ബിൻ. ഇപ്പൊ മിസ് പറഞ്ഞു തന്നെ, പെൻസിലും ക്രയോണും ഒക്കെ നമ്മൾ ഷാർപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ ഡസ്റ്റ് നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇടണം. ഡു നോട്ട് സ്ക്രംബിൾ ഓൺ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ കുത്തി വരയ്ക്കാനൊന്നും പാടില്ല. കീപ് യുവർ എക്സസൈസ് ബുക്ക് നീറ്റ്ലി കവേർഡ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമ്മൾ നല്ല നീറ്റ് ആയിട്ട് കവർ ചെയ്ത് വേണം സൂക്ഷിക്കാനായിട്ട്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഈസി കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ മിസ് ലെസൺ ഒന്ന് വായിക്കാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അവിടെ കാണുമ്പോഴേ ഇവിടെ നോക്കാം. ഓക്കെ, ആദ്യം മുതൽ നോക്കണേ ടെക്സ്റ്റ് ബുക്കിലെ. Dust and sweat make our body dirty. To stay healthy, we must keep ourselves clean. Okay. Next one, clean and healthy. Text book il nokkirikane. Clean and healthy. Take a bath every day. Use soap and water to wash away dirt. Okay. Use a clean towel to wipe yourself. Wear clean clothes. Wash your hands with soap and water before and after eating. The dirt on your hands enters your body with the food. Trim your nails with a nail cutter. Brush your teeth twice a day. When you eat, small bits of food get stuck in your teeth. They can spoil your teeth. Rinse your mouth with water after eating. Clean your ears once a week. Wash your hair regularly. Use a clean comb. Do not pick your nose. Flush the toilet after use.
Wash your hands with soap and water after using the toilet. Next one, cleanliness around us. At home, help your parents to keep the house clean. Dust the furniture daily. Keep your bed, cupboard and shelf tidy. Put away your toys and books after use. Throw waste in the dustbin. Next one, in school. In school, keep your classroom clean. Next one, throw pencil and crayon shavings in the dustbin. Do not scribble on your textbook. Last one, keep your exercise books neatly covered. Okay. ഇനി നിങ്ങൾ നോക്കിയേ, ഫൺ ടു ലേൺ കണ്ടോ? ഫൺ ടു ലേൺ. ഡ്രോ ലൈൻസ് ടു മാച്ച്. അത് പിക്ചേഴ്സ് ഉള്ളത്. ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ഡ്രോ ചെയ്തേ. ആ ടൈമിൽ മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാം. മിസ് അറ്റൻഡൻസ് എടുക്കുമ്പോ നിങ്ങൾ ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്തേ. ഡ്രോ ലൈൻസ് ടു മാച്ച്. ഫസ്റ്റ് വൺ ടൂത്ത് പേസ്റ്റ് അല്ലേ? ടൂത്ത് പേസ്റ്റ് ഏതിലേക്കാ മാച്ച് ചെയ്യേണ്ടത് നോക്കിയേ. ആദിത് അനു. ദേവാങ്. ഓക്കെ. ബിയോണ. അനാമിക. എച്ചാർ. നിയ. ഐഫോണ. അലൻ ജോസഫ്. ജോബിൻ ആൻഡ് ജോയൽ. റയാൻ. ജിയ റോസ്. അമൃത. നിവേദ്യ. ദീക്ഷിത്. നൈല. മുക്താസിം. ആൻസ്രോസ്. ആൻസ്രോസ് ആൻഡ് ദേവാനന്ദ് അല്ലേ? ഓക്കെ. ഷഹബറ. ഷഹബറ. അയൻ വിജീഷ്. ഏബൽ മാത്യു. ഏബൽ മാത്യു. ഫാത്തിമ കെ. അൻവിത കെ. നീലാഞ്ജന. സൽമാൻ നസർ. മുക്കുദ. ഇതാരാ മോളെ? ആയിഷ തസ്ലാഹിയാണോ? ഗാലക്സി M30 ആണെങ്കിൽ തമ്പ് തന്നെ. ഓക്കെ. അഫ്രാൻ സ്പീക്കിംഗ്.
ഓക്കെ, നിങ്ങൾ മാച്ച് ചെയ്തോ മക്കളെ? ഫസ്റ്റ് വൺ ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് നമ്മള് ടീത്ത് അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ, പല്ലിന്റെ പിക്ചർ ഉണ്ട്, അപ്പൊ അതിലേക്ക് മാച്ച് ചെയ്യണം. സെക്കൻഡ് വൺ കോംബ് അല്ലെ, കോംബ് ആൻഡ് ഷാംപൂസ്. ഹെഡ് to A അല്ലെ, സെക്കൻഡ് വൺ A, ഫസ്റ്റ് വൺ C, ആൻഡ് തേർഡ് വൺ soap അല്ലെ, D, ആൻഡ് ഫോർത്ത് വൺ nail cutter to B അല്ലെ. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തേ? Yes, good. So now come to exercise B. Tick the correct answer. Correct answer നിങ്ങൾ ടിക്ക് ചെയ്യണം അതിന്റെ മുകളിൽ കേട്ടോ. We must bath with soap, mud and water. നമ്മള് എന്തുപയോഗിച്ച് കുളിക്കണം എന്നാ പറഞ്ഞേ? സോപ്പ് ആണോ മഡ്? മഡ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണല്ലേ. മണ്ണ് ഉപയോഗിച്ചാണോ അതോ എന്താണ്? ഓക്കെ, സോപ്പ് ആൻഡ് മഡ്. അതിലേതാ കറക്റ്റ് വൺ? സോപ്പ് ആണെങ്കിൽ സോപ്പിന്റെ മുകളിൽ ടിക്ക് ഇടുക, മഡ് ആണെങ്കിൽ മഡിന്റെ മുകളിൽ ടിക്ക് ഇടുക. We must bath with soap or mud and water. മനസ്സിലായോ? എന്താണ് ആൻസർ? സോപ്പ് ആണല്ലേ. We must bath with soap and water എന്നാണ്. അപ്പൊ സോപ്പിന്റെ മുകളിൽ ടിക്ക് ഇടണം. ഓക്കെ, ചെയ്തോ? ഓക്കെ. Second one, we must use a clean or dirty towel to wipe ourselves. കുളിച്ചു കഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്യുന്നല്ലേ. നമ്മൾ എന്ത് ചെയ്യണ്ടേ? We must use a clean towel ആണോ അതോ dirty towel ആണോ? dirty towel എന്ന് പറഞ്ഞാൽ എന്താ? അഴുക്കുള്ള ടവൽ അല്ലേ. കുളിച്ചു കഴിഞ്ഞ് നമ്മള് അഴുക്കുള്ള ടവൽ ഉപയോഗിച്ചാണോ നമ്മുടെ ശരീരം തുടയ്ക്കേണ്ടത് അതോ നല്ല ടവൽ ഉപയോഗിച്ചാണോ? ക്ലീൻ ആണെങ്കിൽ ക്ലീൻ ടിക്കിടുക, ഡേർട്ടി ആണെങ്കിൽ ഡേർട്ടിക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? ക്ലീൻ ആണല്ലേ, ഡേർട്ടി അല്ല. We must use a clean towel to wipe ourselves. Next one, we must clip our nails with a comb or nail cutter. നമ്മുടെ നഖം വെട്ടുന്നത് എന്തുകൊണ്ടാണ്? നെയിൽ കട്ടറും കൊണ്ടാണോ കോമ്പും കൊണ്ടാണോ? nail cutter. Okay. We must or must not scribble in our textbook. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുത്തി വരയ്ക്കാന്നാണോ പറയുന്നത്? അല്ല എന്നാണോ പറയുന്നത്? We must not അല്ലേ? We must not scribble in our textbook. അപ്പൊ ഈ ഒരു പാഠത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചത്? നമ്മള് സ്വയം വൃത്തിയുള്ളവരായിരിക്കണം അല്ലെ, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം സ്വയം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. പിന്നെയോ നമ്മള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്ത് ടവൽ യൂസ് ചെയ്യണം. We must wear clean clothes. പിന്നെയോ നമ്മുടെ കൈകൾ നമ്മൾ ഭക്ഷണത്തിന് മുൻപ് ശേഷവും we should wash our hands with soap. Then we should cut our nails. We should brush our teeth twice a day. Then rinse your mouth with water after every eating. We should clean our ears. We should wash our hair regularly. We should use a clean comb. Okay, do not pick your nose. Flush the toilet after use. We should wash our hands after going to the toilet. Then at home, വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട് എങ്ങനെയാണ് വൃത്തിയുള്ളതായി സൂക്ഷിക്കുന്നത് പഠിച്ചു അല്ലേ? We should help our parents to clean the house, keep the house clean. Okay, then we should dust the furnitures. We should keep our bed covered and shelf tidy അല്ലേ? Put away your toys and books after use. Throw waste in the dustbin. അതാണ് അത്രയും കാര്യമാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. Then the school, keep your classroom clean. നമ്മുടെ ക്ലാസ് റൂം നമ്മൾ ക്ലീൻ ആയി സൂക്ഷിക്കണം. Throw pencils and crayon savings in the dustbin. പെൻസിലിന്റെയും ക്രയോണിന്റെയും ഒക്കെ വേസ്റ്റ് നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടണം.
ഡു നോട്ട് സ്ക്രംബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുത്തിവരയ്ക്കാൻ പാടില്ല. കീപ് യുവർ എക്സസൈസ് ബുക്ക് നീറ്റ്ലി കവേർഡ്. നമ്മുടെ എക്സസൈസ് ബുക്സ് നമ്മൾ നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. മീൻസ് ഒരു ചാപ്റ്റർ ഒരു ദിവസം എടുത്ത് തീർത്തു എന്ന് വലിയ വിഷമത്തോടെ നിങ്ങൾ പറയോ? ഈസി കാര്യങ്ങളാണല്ലേ. അടുത്ത ക്ലാസ്സിൽ മിസ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. ഇതൊക്കെ നമ്മൾ റെഗുലർ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് മിസ് എടുത്തങ്ങ് തീർത്തത്. അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മുക്താസിമേ? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം കേട്ടോ. Okay then, we will wind up.